കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് തരംഗം തുടങ്ങിക്കഴിഞ്ഞു. വലിയ ചർച്ചകൾക്ക് തമിഴ്നാട്ടിൽ തുടക്കം കുറിക്കുകയാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിവ് പോലെ DMK ADMK പോരാട്ടമാണ് നടന്നിരുന്നതെങ്കിൽ പുതുവിപ്ലവം തീർക്കാൻ ഇക്കുറി സൂപ്പർ താരം വിജയുടെ തമിഴക വെട്രിക്കഴകം എന്ന TVKയും രംഗത്ത് വന്നു കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ സൂപ്പർ പോരാട്ടം നടക്കുന്ന ഇടമായി തമിഴകം മാറുമെന്ന് ഉറപ്പാണ്. ഇവിടെ കോൺഗ്രസ് നിലപാട് ശ്രദ്ധേയമാവുകയാണ്. വിജയ് BJP അടക്കം മറ്റ് പാർട്ടികളോട് ഐത്തം കാണിക്കുമ്പോൾ കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് കോൺഗ്രസിന് തമിഴ്നാട്ടിൽ വലിയ മൈലേജ് ഉണ്ടാക്കി നൽകുന്നുണ്ട്. തരക്കേടില്ലാത്ത വോട്ട് ബാങ്ക് തമിഴ്നാട്ടിൽ കോൺഗ്രസിനുള്ളതാണ് വിജയെ ആകർഷിക്കുന്ന ഘടകമെന്ന് കാണാൻ സാധിക്കും. ഇതിനു പുറമെ അയൽ സംസ്ഥാനമായ തെലങ്കാനയും കർണാടകയും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇതിനു പുറമെ കേരളം കൂടി കോൺഗ്രസ് കൈപ്പിടിയിൽ ഒതുക്കുമെന്ന റിപ്പോർട്ടുകളും TVKയെ ആകർഷിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇതോടെ തമിഴ്നാട്ടിൽ ചില ഡിമാൻഡുകൾ DMKയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം തങ്ങളെ കൂടെ കൂട്ടിയാൽ മതിയെന്ന നിലയ്ക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഇക്കുറി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 38 സീറ്റ് വേണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ മുന്നണിക്ക് ഭരണം ലഭിച്ചാൽ 3 മന്ത്രിസ്ഥാനം ലഭിക്കണമെന്നുള്ള ആവശ്യവും പാർട്ടി മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. എന്നാൽ മന്ത്രിസഭാ പങ്കാളിത്തം നൽകേണ്ടതില്ലെന്നാണ് സഖ്യത്തിന് നേതൃത്വം നൽകുന്ന DMKയുടെ നിലപാട്. ഇത് കോൺഗ്രസിനെ കടുത്ത അമർഷത്തിലേക്ക് വഴിമാറ്റി എന്ന് കാണാൻ സാധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ച ആരംഭിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ ആവശ്യം കോൺഗ്രസ് DMKയെ അറിയിച്ചതായാണ് സൂചന. നേരത്തെ നിയമസഭയിൽ സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാതിരുന്ന DMKയ്ക്ക് 2011 കോൺഗ്രസ് നിരുപാധികം പിന്തുണ നൽകിയിരുന്നു. DMK സർക്കാർ 5 വർഷ കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തു. കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിൽ DMKയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് തങ്ങൾക്ക് മന്ത്രിസഭാ പങ്കാളിത്തം ലഭിക്കണമെന്ന ആവശ്യമാണ് തമിഴ്നാട് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇക്കാര്യത്തിൽ വാക്കാലുള്ള ഉറപ്പെങ്കിലും കിട്ടണമെന്നാണ് പാർട്ടി കരുതുന്നത്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് 58 വർഷമായി ഭരണത്തിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന് ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഗിരീഷ് ചോടങ്കാറാണ് മന്ത്രിസഭാ പ്രാതിനിധ്യമെന്ന ആവശ്യം ആദ്യം ഉയർത്തിയത്. 6 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഈ നാണക്കേട് ഇക്കുറി തിരുത്തണമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. പാർട്ടിയെ ശക്തിപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും മന്ത്രിസഭാ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ചോടാങ്കറോട് യോജിച്ചുകൊണ്ട് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ K. സെൽവപെരുന്തകയും പ്രതികരിച്ചിട്ടുണ്ട്. DMK ബന്ധം ഉപേക്ഷിച്ച് TVKയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഭരണപങ്കാളിത്തമെന്ന ആവശ്യം ഉയർത്തുന്നത്. എന്നാൽ DMK സഖ്യം സുദൃഢമാണെന്നും TVKയുമായി ചർച്ച നടത്തിയെന്നത് അഭ്യൂഹം മാത്രമാണെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് വിജയാണ് ചർച്ചകൾ നടത്തുന്നത്. അവിടെ തമിഴ്നാട് കോൺഗ്രസിന് വലിയ റോൾ ഇല്ല എന്നും കാണാൻ സാധിക്കും. സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും ഭരണപങ്കാളിത്തം വേണമെന്ന ആവശ്യം കോൺഗ്രസ് തങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടില്ലെന്നുമാണ് DMK നേതാക്കൾ പറയുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ആവശ്യത്തിന് ഒരു കാരണവശാലും വഴങ്ങേണ്ടതില്ലെന്ന് പാർട്ടി തീരുമാനിച്ചെന്നാണ് അറിയുന്നത്. കൂട്ടുകക്ഷി ഭരണം തമിഴ്നാടിന്റെ രീതിയല്ലെന്നും അതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്നുമാണ് DMK നേതൃത്വത്തിന്റെ നിലപാടെന്നതും വാസ്തവമാണ്.